നമസ്കാരം. ജാലകൻ ടി വിയുടെ പ്രിയപ്പെട്ട എൻ്റെ പ്രേക്ഷകർക്ക് എൻ്റെ വിനീതമായ നമസ്കാരം. ഞാൻ മാവേലിക്കര നിയമസഭാ മണ്ഡലത്തിൽ നിന്നും ദേശീയ ജനാധിപത്യം സഖ്യം സാരഥിയായി ജനവിധി തേടുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മാവേലിക്കര നിയമസഭാ മണ്ഡലത്തിൽ ഈ മണ്ഡലത്തിലെ സാധാരണപ്പെട്ട ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾക്ക് ശാശ്വതമായ പരിഹാരം കാണുവാനാണ് ലോകാരാധ്യനായ രാഷ്ട്രതന്ത്രജ്ഞനും രാജ്യത്തെ വനിതകളുടെ സഹോദരനും ഭാരതത്തിൻ്റെ വികസനത്തിന് നേതൃത്വം നൽകുന്ന ലോകാരാധ്യനായ നരേന്ദ്രമോദിയും ഭാരതീയ ജനതാ പാർട്ടിയും മാവേലിക്കര നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കുവാൻ എന്നെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു. നമ്മുടെ മണ്ഡലത്തിൻ്റെ അടിസ്ഥാന വികസന പ്രശ്നങ്ങൾ, ഒന്നാമത്തെ വിഷയമെന്ന് പറയുന്നത്, ഞാൻ ഈ മണ്ഡലത്തിലെ ഗ്രാമാന്തരങ്ങളിൽ സന്ദർശിച്ചപ്പോൾ കൂടുതൽ ജനങ്ങളും പറഞ്ഞത് വ്യക്തമായ ഒരു കുടിവെള്ള പദ്ധതി ഇവിടെ ഇല്ല. ആ കുടിവെള്ളത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നാണ്. പ്രിയമുള്ളവരെ, ഈ രാജ്യം ഭരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമെന്ന നിലയിൽ ഞാനിവിടെ ജനവിധി തേടുമ്പോൾ ഒരു മുൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർ എന്ന നിലയിൽ സാധാരണപ്പെട്ട ജനങ്ങളുടെ വിഷയങ്ങൾ നേരിട്ടറിയാവുന്ന ഒരു എളിയ പ്രവർത്തകൻ എന്ന നിലയിൽ ഇത്തരം കാര്യങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ പരിഹാരം കാണുവാൻ നമുക്ക് കഴിയും. രണ്ട്, നമ്മുടെ മണ്ഡലത്തെ ഈ രാജ്യത്തെ ടൂറിസം ഭൂപടത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ആയിരക്കണക്കിന് ടൂറിസ്റ്റുകളെ നമ്മുടെ മണ്ഡലത്തേക്ക് ആകർഷിക്കുവാനും അതുവഴി ഒട്ടനവധി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുവാനും കഴിയും. അടുത്തത്, നമ്മുടെ ചെറുപ്പക്കാർ IT മേഖലയിൽ ജോലി നിൽക്കുന്ന ആയിരക്കണക്കിന് ചെറുപ്പക്കാർ നമ്മുടെ മണ്ഡലത്തിലുണ്ട്. നമ്മുടെ തിരുവനന്തപുരത്ത് ടെക്നോ പാർക്ക് പോലെ ഒരു മിനി ടെക്നോ പാർക്ക് നമുക്ക് കേന്ദ്ര സർക്കാരുമായി ആലോചിച്ചുകൊണ്ട് നമുക്ക് മാവേലിക്കരയിൽ സ്ഥാപിക്കാൻ നമുക്ക് കഴിയും. ഇവിടുത്തെ വനിതകളുടെയും ചെറുപ്പക്കാരുടെയും തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിന് വേണ്ടി കിറ്റെക്സ് ഗ്രൂപ്പിൻ്റെയൊക്കെ ഒട്ടനവധി സ്ഥാപനങ്ങൾ ഇവിടെ തുടങ്ങി അതിന് ഒരു പരിഹാരം കാണാൻ കഴിയും. അതുപോലെ തന്നെ വളരെ പിന്നോക്കം നിൽക്കുന്ന, പഠിക്കുവാൻ വളരെ പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥികൾ, അതുപോലെ തന്നെ പട്ടികജാതി മേഖലയിൽ ഉള്ള ഉദ്യോഗാർത്ഥികളെയും കണ്ടെത്തിക്കൊണ്ട് CSR ഫണ്ട് കണ്ടെത്തി അവരെ സംസ്ഥാന സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും ഉദ്യോഗസ്ഥരാക്കാൻ നമുക്ക് കഴിയും. അതുപോലെ തന്നെ ഇവിടുത്തെ വൈദ്യുതി ക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട് സോളാർ പദ്ധതികൾക്ക് രൂപം നൽകാൻ കഴിയും. അതുപോലെ തന്നെ നമ്മുടെ ഈ പറയുന്ന നമ്മുടെ മാവേലിക്കര നിയമസഭാ മണ്ഡലത്തിൽ റവന്യൂ പുറമ്പോക്ക് ഭൂമികൾ ഒരുപാട് ഇവിടെ കിടപ്പുണ്ട്. അതൊക്കെ കണ്ടെത്തി വളരെ കൃത്യമായ പ്ലാനിംഗ് തയ്യാറാക്കി നമ്മുടെ മാവേലിക്കര മണ്ഡലത്തിൽ സ്വന്തമായി ഭൂമിയില്ലാത്ത പാവപ്പെട്ട ജനങ്ങൾക്ക് ഭൂമി കൊടുത്തുകൊണ്ട് അവർക്ക് പാർപ്പിടമടക്കമുള്ള സംവിധാനം ചെയ്യുവാൻ നമുക്ക് കഴിയും. അതുപോലെ തന്നെ നമ്മുടെ കുടിവെള്ള ക്ഷാമത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള ഒരു പദ്ധതിക്ക് നമുക്കിവിടെ തുടക്കം കുറിക്കാൻ കഴിയും. അതുപോലെ തന്നെ നമുക്ക് പട്ടികജാതി സംവരണ മണ്ഡലമാണ് മാവേലിക്കര. ഈ മാവേലിക്കര മണ്ഡലത്തിൽ ഒരു IAS കോച്ചിങ് സെൻറ്റർ നിലവിലില്ല. അതിന് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള IAS കോച്ചിങ് സെൻറ്ററുകൾ നമുക്കിവിടെ സ്ഥാപിച്ച് അത്തരത്തിലുള്ള വിദ്യാർത്ഥികളെ കൈപിടിച്ചു നിർത്താൻ കഴിയും. അതുപോലെ തന്നെ മന്നത്ത് പത്മനാഭൻ്റെയും ശ്രീനാരായണ ഗുരുദേവൻ്റെയും അയ്യങ്കാളിയുടെയും നവോത്ഥാന നായകരിൽ അറിയപ്പെടാതെ പോയ വർക്കല രാഘവൻ എൻ്റെ അടക്കമുള്ള
മ്യൂസിയങ്ങൾ അല്ലെങ്കിൽ പ്രതിമകൾ സ്ഥാപിച്ചുകൊണ്ട്, ലൈബ്രറികൾ സ്ഥാപിച്ചുകൊണ്ട് അത്തരത്തിലുള്ള മഹാത്മാക്കളുടെ ചരിത്രം നമ്മുടെ പുതുതലമുറയ്ക്ക് പകർന്നു നടക്കുന്ന തരത്തിലുള്ള സംവിധാനങ്ങൾ ചെയ്തുകൊണ്ട് കേന്ദ്ര ടൂറിസം വകുപ്പുമായി ബന്ധപ്പെട്ട്, കേന്ദ്ര സാംസ്കാരിക വകുപ്പുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മേഖലയിൽ നമുക്ക് ചെയ്യാൻ കഴിയും. ആയതിനാൽ ഈ ചരിത്രമുറങ്ങുന്ന മാവേലിക്കര നിയമസഭാ മണ്ഡലത്തിൽ നിന്നും ദേശീയ ജനാധിപത്യ സഖ്യം സാരഥിയായി ജനവിധി തേടുന്ന കെ അജിമോൻ എന്ന എനിക്ക് നിങ്ങളുടെ മനസ്സിൻ്റെ മായാത്ത അംഗീകാരം താമരയടയാളത്തിൽ വോട്ട് നൽകി എന്നെ വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമേ എന്ന് വിനയത്തിൻ്റെ ഭാഷയിൽ അഭ്യർത്ഥിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.